ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ വീഡിയോ ഇഗ്നോർ ചെയ്തത്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ ട്രാക്കിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ ഫുഡ് കഴിച്ച സെയിം സ്പോട്ടിലാണ് വന്നേക്കണേ. അന്നേരം ഇന്ന് പക്കും നമ്മുടെ നമ്മൾ ഇന്നലെ കഴിച്ചാലോ ടോണിച്ചേട്ട അവരെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ അനൂപയുണ്ട്, സുമാമ്പ. അപ്പോൾ അവർ ഇന്നലെ നമ്മൾ ഫുഡ് കഴിച്ചാൽ അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. അപ്പോൾ അവരും ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു തുറക്കണേ ഉള്ളൂ, 10 മണിയാകുമ്പോൾ തുറക്കാം. 9:40 ഉള്ളൂ. നമ്മൾ ഫുഡ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അവർ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ എന്താണ് ട്രാക്കിലേക്ക് പോകണം. ഒരു മൂടിയ കാലാവസ്ഥയാണ്. ഇന്നുകൂടെ ഉണ്ടാവുള്ളൂ നമ്മുടെ ഗോവയിലെ ഇത്. നമ്മൾ വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെ നമ്മൾ തിരിച്ചു പോകും. പിന്നെ ഇന്ന് വൈകിട്ട് ഒരു ക്രൂസ് ഷിപ്പല്ലേ, ക്രൂസ് ഷിപ്പിൽ ഒരു ചെറിയൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അങ്ങോട്ടും പോകും. ഇന്നലെ നമുക്ക് പോകുന്ന വഴിക്ക് അത് കാണാം. എടാ, എൻ്റെ വെള്ളച്ചെരുപ്പിൻ്റെ വെള്ള കളറുണ്ട് കേട്ടോ. ഞാൻ കണ്ടായിരുന്നു. ഞങ്ങളവിടെ കിടന്നപ്പോൾ കയറി ഇവിടെ വണ്ടി ഓട്ടോ കട്ട് ബ്രേക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ ഓട്ടോ കട്ടും ലോക്കറും വേണം ഇവിടെ നടക്കണമെങ്കിൽ. ചെളി കഴി വിടുന്നു. ഫഹദിൻ്റെ കഴിഞ്ഞോ? ഫഹദിൻ്റെ ഒരു ട്രാക്ക് കഴിഞ്ഞു. ഇനി എവിടെ? ഇവിടെ തന്നെയാ. എല്ലാം സ്പീഡ് ട്രാക്കാ. എവിടെയും ഒരിടത്ത് പോയി നിൽക്കാം. അയ്യോ, അവിടെ ചെളി പറ്റിച്ചോ? അതേ നടക്കത്തുള്ളൂ. ഞാൻ പറ്റിച്ചു. പിന്നെ ഇതിനാ ചെളി നടക്കാൻ പറ്റുമോ? നിന്റെ ചെരുപ്പ് ആവശ്യം. നിന്റെ ഉപ്പൂറ്റി മുമ്പിൽ വരും. ഇത് ഹലോ ഹലോ ഹലോ, എല്ലാം കണക്കാ. അവിടെ ഇവിടെ റേഞ്ചില്ല, ഞാൻ ചെയ്തേക്കാം. ശരി. എന്നാടാ എവിടെ? വണ്ടി എടുത്തോണ്ട് പോവാം. കയറിക്കോ. വട്ടം കറങ്ങി ഇവിടെ തന്നെ നിൽക്കുന്നേ ഉള്ളത്. വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. അത് കഴിക്കാനും നമുക്ക് അവിടെ കഴിയിട്ട് അവിടെ നിൽക്കാം. ചെളിയില കുറച്ചാൽ നിൽക്കാമല്ലോ. വളം കടിക്കില്ലല്ലോ. ഇന്നും സ്പീഡ് ട്രാക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോയി ഒന്ന് കാണാനേ പറ്റുള്ളൂ. അപ്പം അതിനുള്ള പരിപാടിയിലേക്ക് നടക്കട്ടെ. പറക്കാൻ എന്നെ സുഖം പക്കുവേ, ഏറ്റവും സുഖം, ഭയങ്കര സുഖം. എന്നാണേലും കാലേ ചെടിയാവും. ഏത് മൊത്തം ചെയ്യാൻ എടാ, കയ്യിൽ ഒരു പിടിച്ചോ. ഇപ്പം അത് മാത്രമായിട്ട് എന്നെ വെച്ചേക്കുന്നതാണ്. എടാ മത്തായി, അവ അങ്ങോട്ട് ട്രാക്കുണ്ടേ. ഇങ്ങോട്ട് പോവാ. പാതിക്കട ഏതാ കഴിഞ്ഞേ? ഇങ്ങോട്ട് പോടാ. രണ്ടിടത്തും നടക്കുന്നുണ്ട്. അവിടെ എന്തോ നടക്കുന്നുണ്ട്. പിടിപ്പിക്കണോ? അത് വരുവാടാ. നിനക്കേ തന്നത്തുള്ളൂ, ഞങ്ങൾക്ക് തന്നതില്ല. ഇവിടെ ഇത്ര ആൾക്കാരുണ്ടായിരുന്നു. കാലില്ല.
സൗണ്ട് മാത്രമുള്ളത്. എടാ അങ്ങോട്ടൊക്കെ എന്തോ ഉണ്ടോ? അവിടെ കയറിക്കോ. തുറക്കാം. ചെരുപ്പൊരു കൈ പിടിച്ചോളാം. ഞങ്ങൾ നേരെ അപ്പുറത്തോട്ട് പോകും. എടാ ഒരു മിനിറ്റ് ഇതൊന്ന് പിടിച്ചടാ. അല്ലടാ ഓപ്പറ ഒന്ന് കയ്യിലിട്ടേ. ഇൻകേസ് വീഴുവാണെങ്കിലേ ഓപ്പറ കയ്യിൽ നിന്ന് പോകാൻ പാടില്ലോ. എൻ്റെ പാൻറ്റോ എത്ര ആളുള്ളൂ? മത്തായി അവിടെ ഒന്നും എന്നെ ഇപ്പോൾ പിടിക്കേണ്ടി വരും. ആ കുഴപ്പമില്ല. guys. ഇങ്ങനെ മൂന്ന് ട്രാക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇതിലേക്ക് കയറിപ്പോയി അങ്ങനെ ഇറങ്ങി അതിലേ വരണമല്ലോ. ഇത് തിരിച്ച് ഇതിൽ തന്നെ പോകും. അവിടെ ഒരു റൗണ്ട് അടിക്കണം. അത് ഇച്ചിരി ടാസ്ക്കുള്ളൂ, വേറെ ഒന്നുമില്ല. കൊള്ളാം. എന്തായാലും വണ്ടി വരുമ്പോൾ ബാക്കി അടിക്കാവേ. വണ്ടി വന്നു. ഇവിടെ നിന്നുള്ള ടാസ്ക്കുള്ളൂ കേട്ടോ. లాస్ట్ ట్రాక్ స్ట్రీమ్ దగ్గర నెక్స్ట్ ఏ ట్రాక్ తెలియదురా.
ഇങ്ങനെയല്ല ഇത് വിച്ചിൽ വരുമ്പോഴത്തേക്കും നല്ല ക്ലാരിറ്റിയാണ്. വരാൻ പറഞ്ഞില്ലേ? അവര് വലിച്ചിരിക്കും. ഞങ്ങോട്ട് പോയിന്റ് എതിർകൂട്ടില്ലാതെ ഇറങ്ങിയാൽ മതി. ഇതുവഴി ഇങ്ങനെ വരും. ഒക്കെ അവിടെ നിന്ന് മാറി നോട്ടോ. അവിടുന്ന് നോക്കി നോക്കി എന്തോ ഇവിടുത്തെ ലൊക്കേഷൻ നിൻ്റെ കിടപ്പുണ്ടോടാ? മറ്റേ രാഹുൽ ബ്രോ വരുന്നുണ്ടോ? അവർക്കൊന്ന് കൊടുക്കാൻ ഒന്ന് അയക്കും എനിക്ക്. എടാ പാപ്സോൺ വീൽസ് പാപ്സോൺ വീൽസ്. ഓ നോ 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 നോ. ഇവിടെ ഫാദിക്കാക്കി ലൈൻ പോയത്.
കൈ പോയ കൈ നന്നായി കറക്റ്റ് നിൽപ്പായിരുന്നു. അത് കോ പറഞ്ഞില്ല അവിടെ നിൽക്കട്ടെന്ന് പറയാം. അവിടെ രണ്ടാം സെക്കൻഡ് ഫസ്റ്റ് ഇഞ്ച് ബാക്ക് ഇഞ്ച് വലിച്ച് ഫുള്ള് കയറ്റി വിടുക. പിന്നെ അത് എടുത്ത് വെക്കാൻ നോക്കുന്നില്ല അവർ. റിവേഴ്സ് എടുക്കാണ്ട് വരുന്നില്ല റിവേഴ്സ് അവിടെ എന്തായാലും ചവിട്ടാൻ ഇറങ്ങി പോകുന്നല്ലോ, അവിടെ നിർത്തിക്കോട്ടെ. നല്ല ടൈമുണ്ട്. അത് ചെയ്യട്ടോ, അത് കൊള്ളാം. ടൈമൊന്നും ടൈമുണ്ട്. അതെ, ഞാനൊക്കെ ആദ്യം റിവേഴ്സ് ഒക്കെ ചോറ് കൂടിയാലും പ്രശ്നം. അതെ കയറിയതാ. പറക്കുന്നുള്ളത് വേറുള്ള അല്ലേ? ഓ അയ്യോ കണ്ടില്ല, കണ്ടില്ല, ചോറേതും കണ്ടില്ല. മറ്റേ പിടിക്കും. എടാ ഇങ്ങനെ അല്ലടാ ഇത്. കയർ കുടുങ്ങി ഒരിക്കലും ഇങ്ങനെ കയറ്റിയില്ലല്ലോ.
ഡാമ്പർ താഴെ കിടന്നു. ഡാമ്പർ സെൻറ്ററിൽ കിടക്കുന്നല്ലോ. ഡാമ്പർ ഡാമ്പർ ഈ അറ്റത്ത് കിടന്നത് ഡാമ്പർ മണ്ടേ കൊണ്ടിടണം. ഡാമ്പർ നിലത്ത് പിടിച്ച് കിടക്കരുത്. അപ്പം അതിനകത്ത് വേണം പൊക്കത്തിൽ ഇടണം ഇച്ചിരി. ഇച്ചിരി കൂടി ഇടണമായിരുന്നു. എന്തോ സാധനം തോന്നി കിടക്കുന്നത്. വണ്ടി കണ്ടോ? നമ്മുടെ ഇന്നത്തെ ട്രാക്ക് ഏറെക്കുറെ കഴിഞ്ഞു. ഇനി നമ്മൾ റൂമിലോട്ട് പോവാണ്. വീട് റൂമിൽ പോയിട്ട് വേണം നമുക്ക് ഷിപ്പിലേക്ക് പോകാൻ. ഞാൻ ചെരുപ്പൂരി കൈ പിടിച്ചു. പോടാവണോ? എടാ ഇതന്നെയാണത്. നേരെ മൂന്ന് വാക്ക് ലോക്കറേ ലോക്കറേ ടോണി കണ്ടിട്ട് പോയാലോ എന്നൊക്കെ ചോദിച്ചു. എന്നാ പിന്നെ ഇപ്പൊ കഴിയണോ? എന്നാ കഴിയണ്ട. എന്നാണല്ലോ ഒന്ന് മുക്കിയേക്കാം. ലോഡ് കൊടുത്തതാണ്. ട്രാക്ക് കൊണ്ട് അത് കണ്ടിട്ട് കഴിയാന്ന് വെച്ചു കേട്ടോ. നല്ല സ്ഥലം കേട്ടോ. എനിക്ക് തോന്നുന്നു 2 ട്രാക്കാണ് തോന്നുന്നു. എടാ 2 ട്രാക്കാ. അതൊരു ട്രാക്ക് അങ്ങനെ വിട്ട് ട്രാക്ക് ഇത്. മാറാ ഗോ മൂവ്. ഒരു കാര്യമില്ല ബിഞ്ച് കയറി ടയർ ചുറ്റി. എടാ വേറെ ആശ്രയിച്ചോ? ബിഞ്ച് കയറി അപ്പുറത്തെ ടയർ ചുറ്റി. അതിനകത്ത് മൊത്തം ചുറ്റിയിട്ടുണ്ട്. ഞാനത് റൗണ്ട് ഇറക്കി എടുത്ത് ഒന്നിച്ച് നീക്കുക. ബൈക്ക് കിട്ടൂടാ. RP ബൈക്ക്.
ഭാഗം ക്ലിയർ. पीछे के टायर में झाड़ अटक गया. विंच कर लेगा. विंच पीछे करना पड़ेगा. ടയറിന്റെ എന്താ കൂടി ഡെഡ് ബോഡി റോഡ് മാറ്റണം ഇവരോട്. ഡെഡ് ബോഡി മൂക്കിലോട്ട് പറ്റി വെച്ചത്. Come on, run. അത് പണിയാണല്ലോ മരം കിടക്കുന്നത്. Oh, देखे. മരത്തൊന്നും ഇടിക്കൂല്ലോ. മരം വിഷയമുള്ളത്. ഓണി കണ്ടില്ല, പുള്ളി കണ്ടില്ല. മരം കിടക്കാൻ നോക്ക്.
Guys, move, move. Move back! Move! Give us a space! Move! കാലും കൈയെല്ലാം കഴുകണമെന്നോ തിരക്കായതുകൊണ്ട് ഞാനിവിടെ നിൽക്കുക. ഇതുവരെ പോയിട്ട് ആ സൈഡിൽ കൂടെ വഴിയുണ്ട്. ഒരു വഴിയുണ്ടോ നോക്കണം, വഴിയുണ്ടോ നോക്കരുത്. അപ്പോൾ ഇന്ന് നമ്മൾ മൊത്തം 2 ട്രാക്കല്ലേ കണ്ടുള്ളൂ. 2 ട്രാക്കേ കണ്ടുള്ളൂ. കാരണം 4 ട്രാക്കിൽ പോകുമ്പോൾ അടുക്കും. ഒന്നാമത്തെ കാര്യം ചെളിയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം നമുക്ക് ഇന്നൊരു ഞാൻ പറഞ്ഞ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കൊരു ക്രൂയിസ് ഷിപ്പിൽ നമുക്കൊരു ചെറിയ പാർട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പം 7:30 എത്തണ്ടേ? 8 മണിക്ക്. 8 മണിക്ക് നമുക്ക് അവിടെ എത്തണം. അപ്പോൾ നമുക്കിന് റൂമിൽ പോകണം, ഫ്രഷ് ആവണം, എന്നിട്ട് വേണം പോകാൻ. അപ്പോൾ നാളെ എന്തായാലും ഉച്ചയ്ക്കാകുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് നേരെ നമ്മൾ തിരിച്ചു പോകും. നാളെ ലാസ്റ്റ് പോകാൻ പറ്റി, നമ്മൾ കാണാൻ നിൽക്കണില്ല. ഇപ്പോൾ നിലവിൽ ഫതിക്കാണ് മുന്നിൽ നിൽക്കുന്നത്. ഇന്നത്തെ റിസൾട്ട് വന്നിട്ടില്ല. അത്യാവശ്യം കുഴപ്പമില്ല. ലാസ്റ്റത്തെ ട്രാക്കൊക്കെ അടിപൊളി, ഒന്നും പറയാനില്ല. മരം ഒരു ക്രോസ് വീണ് കണ്ടു. ഒന്നാമത് അവിടെ പാടാണ്, കാരണം അവിടെ അത്രയും വണ്ടി ഓടിയിട്ട് ആകെ ഒരു വണ്ടി എങ്ങാണ്ട നമ്മൾ വരുന്നതിന് മുമ്പ് കേട്ടോ, ഒരു വണ്ടി എങ്ങാണ്ട ഫിനിഷ് ചെയ്തത്. ബാക്കിയെല്ലാം ഒന്ന് ടൈം കഴിഞ്ഞ് പോകും, ഇല്ലെങ്കിൽ അല്ലാണ്ട് തന്നെ DNF ആവും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ടൈം കഴിഞ്ഞ് പോകുന്നതല്ല, DNF ആവുന്ന നോക്കാം, ടൈം കഴിഞ്ഞ് പോകുമായിരുന്നു. ഒരു പുള്ളി ഫിനിഷ് ചെയ്തത് 15 മിനിറ്റാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. 15 മിനിറ്റ് 15 മിനിറ്റും 10 സെക്കൻഡിലുമാണ് ഫിനിഷ് ചെയ്യുക. 10 സെക്കൻഡ് ഇതിൽ DNF ആയി പോയി. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ പക്ഷേ ഞാൻ പറഞ്ഞിട്ട് വന്നതല്ലോ, ഫാദിക്ക വന്നിട്ട് ലാസ്റ്റ് പോയ ആൾ ഫിനിഷ് ചെയ്തിട്ട് പോയപ്പോൾ ഒരു മരം ഓടിച്ചിട്ടാണ് പോയത്. ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു മരം. അത് ആള് എന്താ ആ ഒബ്സ്റ്റക്കിൾ കവർ ചെയ്തു. ആ മരം ആള് ആദ്യമേ केरला से नहीं इधर में, हाँ इधर ही, ये दौड़ा में केरला में जाएगा. केरला में जाएगा, पूरा चेकिंग, पूरे बहुत चेकिंग. तुम्हारा मेरा गाड़ी में जाएगा ना, केरला से बॉर्डर कर देगा. ये गाड़ी तुम अभी केरला नहीं जाएगा तुम्हारा, बाई रोड में जाएगा. अच्छा है ना, हाँ एंजॉय करने के लिए. എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇവിടെ നിന്ന് ഗോവ വന്നിട്ട് ഇവിടുത്തെ ഉറാക്ക് മേടിക്കുന്നുണ്ട് അവർക്ക് കുടിക്കാൻ വേണ്ടി. അപ്പോൾ അത് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ അറിയാൻ വേണ്ടി ചോദിച്ചാണ്. അപ്പം ഫാദിക്ക അന്നേരം നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ അത് തട്ടിയിട്ട് പോയി തിരിച്ചു വന്നപ്പോൾ അത് ഒടിച്ചു കളഞ്ഞിട്ടൊക്കെ പോയത്. ഒന്നും പറയാനില്ല. ഇത്ര ദിവസം വന്നിട്ട് ഇന്നത്തെ ട്രാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പ്രത്യേകിച്ച് ഫാദിക്ക ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്, ഇവിടുത്തെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ്. ഞാൻ ആദ്യം വന്ന ദിവസം തന്നെ നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും.
ഒരു നമ്മുടെ ഫോർഡിൻ്റെ എൻഡോറ്, അത് റാപ്റ്ററിൻ്റെ കിറ്റൊക്കെ കയറ്റി ഭയങ്കര ഹൈറ്റൊക്കെ ആയിട്ട് പണിത്. എനിക്ക് തോന്നുന്നു 21-22 ഇഞ്ച് ടയറും ആലോയിൻ ടയറൊക്കെ കൊടുത്ത് ഭയങ്കര ഭീകരതയായിട്ട് പണിത ഒരു വണ്ടി അവിടെ വന്നിട്ടുണ്ടായി. ഭയങ്കര ഭീകരത. ഞാനൊക്കെ വായം പൊളിച്ച് നോക്കിയിട്ട് നിന്നിട്ട്. അപ്പം ആ വണ്ടി വന്നപ്പം തൊട്ട് പറയുന്നതും ഗോവ പോലീസ് അവിടെ വന്നു. എന്നിട്ട് ഇവർ ഭയങ്കര സംസാരം, അതായത് ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര സംസാരം, വണ്ടിയിൽ നോക്കുന്നു, സംസാരിക്കുന്നു, ഭയങ്കര കാര്യങ്ങളൊക്കെ. അപ്പം നമ്മുടെ നാടിനെ വെച്ച് ഇവിടെ നോക്കുന്നുണ്ടല്ലോ, ഇവിടെ എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയപ്പോഴത്തേക്കും ഇതുപോലെ പോലീസ് കൈ കാണിച്ച് നിർത്തിയിട്ടുണ്ടായി. ഞാൻ സീറ്റ് ബെൽറ്റ് ഉണ്ടായിരുന്നു, നമ്മളോട് ജസ്റ്റ് ലൈസൻസ് ഉണ്ടോ ചോദിച്ചു, ലൈസൻസ് കാണിച്ച് പൊക്കോളാൻ പറഞ്ഞു. നമ്മളെ ബുദ്ധിമുട്ടിച്ചില്ല, നമ്മൾ വണ്ടിയിൽ നിന്ന് പോലും ഇറങ്ങേണ്ടതൊന്നുമില്ല. നമ്മുടെ അടുത്തൊന്ന് സംസാരിച്ച് ലൈസൻസ് കാര്യങ്ങളൊക്കെ നോക്കി അവർ പോയി. അപ്പം നമ്മുടെ നാട്ടിലെ ഈ കാർ കൾച്ചർ, അതിന് ബന്ധപ്പെട്ട് നമ്മുടെ പോലീസ് വെഹിക്കിൾ, അതൊക്കെ ഒരുപാട് മാറാനുണ്ട് കേട്ടോ, ഒരുപാട് മാറാനുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ എന്തോ വലിയ കുറ്റകൃത്യമായിട്ടാണ് ഇപ്പോഴും കാണുന്നത്. അതൊക്കെ എന്തിനാണെന്നാണ് എനിക്കും ഇപ്പോഴും മനസ്സിലാവാത്തത്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ആവില്ല. അപ്പം ഞാൻ എന്ത് പറയാനാണ്, നമ്മുടെ നാട് അങ്ങനെ ആയിപ്പോയി. പക്ഷേ ഇവിടുത്തെ സർക്കാർ ഇവിടുത്തെ ഈ മത്സരം നടത്തുന്നത് ഇന്ത്യയിൽ നടക്കുന്നത് ഏറ്റവും ഓഫ് റോഡിൽ ഏറ്റവും വലുതിലൊന്നാണ് ഈ RC. പുറത്തുനിന്ന് നടക്കുന്നതാണ് വേൾഡ് വൈഡ്, അതായത് ഗ്ലോബലി നടക്കുന്ന ഒരു റേസ്. അത് ഇന്ത്യയിൽ നടക്കുമ്പോൾ അത് ചാൻസ് കൂടുതൽ നടത്താൻ വേണ്ടിയെല്ലാം നല്ലത് നമ്മുടെ നാടാണ്, കേരളത്തിലാണ്. അതിന് മത്സരിക്കാൻ ആളാണെങ്കിലും എല്ലാ രീതിയിലും പോസിബിളായിട്ടുള്ളത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട് തന്നെയാണ്. പക്ഷേ എങ്കിൽ ഗോവയിലാണ് നടത്തപ്പെടുന്നത്. കാരണം ഇവിടുത്തെ സർക്കാർ അതിന് സപ്പോർട്ടാണ്. നമ്മുടെ നാട് മേ ബി സപ്പോർട്ടീവായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം നമ്മുടെ നാട്ടിലും വന്നേനെ. അപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗണേഷ് കുമാർ സാർ കയറിയപ്പോൾ എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു ഒരു മാറ്റം വരും. കാരണം ആളും ഇങ്ങനെ വണ്ടി ക്രൈസ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് എന്തായാലും ഒരു മാറ്റം വരും എന്നൊക്കെ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ എങ്കിൽ എന്താണോ അതും ഒന്നും സംഭവിച്ചില്ല. പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളിങ്ങനെ ഒളിച്ചും പാത്തും ഇങ്ങനെ നടത്താന്നുള്ളൂ. എന്താ പറയുക, എന്ത് കഷ്ടമല്ലേ. നമ്മളിങ്ങനെ വണ്ടിയൊക്കെ ആഗ്രഹിച്ച് മോഹിച്ച് പണിതിട്ട് നമുക്കത് വെളിയിൽ ഇറക്കാൻ പറ്റില്ലാത്ത അവസ്ഥ. അതൊക്കെ സപ്പോർട്ടീവായിട്ട് വെറുതെ എല്ലാവരും രക്ഷപ്പെടട്ടെ. നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് വേറെ എവിടെയെങ്കിലും പോയി പണിത് അവിടെ വണ്ടി സെറ്റാക്കി. ഞാൻ അതൊക്കെ പറ്റുള്ളൂ, ഇവിടെ ഒന്നും പറ്റൂല. ഈ നാട് സത്യം ഗോവ വന്നിട്ട് കൊതിയാവണം. ഇവിടുത്തെ ഓരോ വണ്ടികളും നമ്മൾ ഈ മോഡിഫൈഡ് വണ്ടികൾ നമ്പർ പ്ലേറ്റ് വെക്കാണ്ടോ അല്ലെങ്കിൽ റോട്ടിൽ കൂടെ എനിക്ക് സത്യം പറഞ്ഞാൽ ഓവർ സൗണ്ടൊക്കെ വെച്ച് റോട്ടിൽ കൂടെ ഓടിക്കുന്നത് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ട്രാക്ക് സ്പെക്ക് പണിതിട്ട് നമ്മൾ വലിയ ടയർ കാര്യങ്ങൾ റോഡിൽ കൂടെ ഓടിക്കണമെങ്കിൽ എനിക്ക് താല്പര്യമില്ല. അതൊക്കെ ട്രാക്കിൽ വേണ്ട ട്രാക്കിൽ തന്നെ. പക്ഷേങ്കിൽ നോർമലി വണ്ടി എന്തായാലും ഓവറൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്ത് ആർക്കൊരു ഉപദ്രവം ഇല്ലാണ്ട് പതുക്കെ പോണ ഒരാളെ നിങ്ങൾ തന്നെ ഓർത്തു. നമ്മളിപ്പോൾ ഓവർ ചെയ്തിട്ട് ഒരു വണ്ടി സ്പീഡിൽ പോകാൻ പറ്റുമോ? സ്പീഡിൽ പോയിട്ടുണ്ടെങ്കിൽ ആ വണ്ടിയുടെ സ്കേർട്ട് കാര്യങ്ങളെല്ലാം ഇടിച്ച് പൊട്ടിപ്പോകും. അപ്പം ഒരിക്കലും സ്പീഡിൽ പോവുക കാര്യങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ മോഡിഫൈ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ മാത്രമാണ്. സർക്കാരിന് മാത്രമാണ് ഇത് ദോഷം. എന്നാൽ പിന്നെ സർക്കാർ ഇതിൻ്റെ ഈ സാധനങ്ങൾ നിരോധിക്കുമോ? അതുമില്ല. നിങ്ങളൊന്ന് നിരോധിച്ചു, അത് കടയിൽ വിൽക്കാൻ പാടില്ലാന്ന് നിയമം കൊണ്ടുവന്നിട്ട് നിങ്ങൾ നിരോധിക്കുക. അങ്ങനെയാണ് ഓക്കെ. ഇത് പക്ഷേ എങ്കിൽ ലീഗലായിട്ട് സാധനം വിൽക്കുകയും ചെയ്യും, മേടിച്ച് പിടിപ്പിച്ച കേസാണ് തന്നെ. ഇതൊക്കെ മുന്നേ ഒരുപാട് പേര് പറഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇപ്പം ഞാൻ സംസാരിച്ച് പറഞ്ഞു പോയെന്നുള്ളൂ. എന്തായാലും ഒരു കടയിലൊരു ആക്സറീസ് കടക്കാരൻ സാധനം മേടിക്കുന്നു. അതിന് മുമ്പേ സാധനം ബൾക്കായിട്ട് എടുത്ത് വയ്ക്കുന്ന ഒരാൾ ടാക്സ് അടച്ച് ഇതൊരു ആക്സറീസ് കടക്കാരന് കൊടുക്കുന്നു. ആക്സറീസ് കടക്കാരൻ ടാക്സ് കാര്യങ്ങളെല്ലാം ചെയ്ത് ഇത് ജനങ്ങൾക്ക് കൊടുക്കുന്നു. ഇന്നൊരു ഈ ടാക്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ നമ്മൾ മേടിക്കുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ആകുന്നു. അങ്ങനെ പ്രൈസ് കൂടുന്നു. എന്നിട്ടും നമ്മളത് മേടിക്കുന്നു. എല്ലാം കഴിഞ്ഞ് നമുക്ക് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ശരിയാണ് അതിലുള്ളതെന്ന് പോലും എനിക്കറിയണില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയാൻ കാരണം നമ്മളിവിടെ വന്ന് കണ്ടിട്ട് ഇതെന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നടന്നുകൂടാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ്. എല്ലാം ശരിയാവും എന്ന പ്രതീക്ഷയിൽ നമുക്ക് നിൽക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലുമൊക്കെ നാടുകളിൽ പോയി നമുക്ക് വണ്ടി ഓടിക്കുക, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാണ്. അപ്പം എന്തായാലും ഈ വീഡിയോ ഇവിടെ കൂടെ തീരാണ്. എന്തായാലും നമുക്ക് നാളെ ഇനിയിപ്പോൾ തിരിച്ചു പോകുന്ന വീഡിയോയും കാര്യങ്ങളും കാണാം. എന്തായാലും ഇതിൻ്റെ ബാലൻസ് ആയിട്ട്
ഇതിൻ്റെ ബാലൻസായിട്ട് വേണ്ട നമുക്കൊരു വേറെ ഒരു എപ്പിസോഡായിട്ട് നമ്മൾ ക്രൂസ് ഷിപ്പ് പോകുന്ന കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പം എല്ലാവരും തൊട്ടടുത്ത വീഡിയോ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം എന്തായാലും അടുത്ത വീഡിയോ നമ്മുടെ ക്രൂസ് ഷിപ്പിൽ പോകുന്നതാണ്. നമ്മുടെ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ആയിരിക്കും. എന്തായാലും മറക്കാതെ കാണണം. നമ്മുടെ ഇതിന് മുമ്പുള്ള വീഡിയോസും ഇതിൻ്റെ എപ്പിസോഡും മുന്നേ ഉണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിലും തീർച്ചയായിട്ടും കയറി കാണാം. നല്ല അടിപൊളി വീഡിയോസാണ്. അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണാം. എന്തായാലും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ ബൈ.